എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആദരണീയനും ബഹുമാന്യനുമായ പാസ്റ്റർ റിജി മാത്യുവിൻ്റെ പേരിൽ സ്പിരിച്വൽ ഫാദർ എന്ന തലക്കെട്ടോടുകൂടി ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഈ ദിവസങ്ങളിൽ കാണാനിടയായി. അതിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള വിയോജിപ്പ് അറിയിക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ സ്പിരിച്വൽ ഫാദർ എന്ന ഒരു ചിന്ത ഈ ദിവസങ്ങളിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ എന്ന് ഒരു വാക്ക് അദ്ദേഹം ആ ക്ലിപ്പിൽ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ചിന്തയല്ല, അതൊരു വചന സത്യമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അതിനെ ഒരു ചിന്തയായി പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ തുടർന്ന് അദ്ദേഹം പൗലോസിനെ ഉദ്ധരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കൊരിന്ത്യ സഭ പൗലോസിനാൽ ക്രിസ്തുവിൽ ജനിപ്പിക്കപ്പെട്ട ഒരു സഭയെന്ന നിലയിൽ കൊരിന്ത്യ സഭയുടെ ആത്മീയ പിതാവ് പൗലോസാണെന്ന് അദ്ദേഹം വചനം വെച്ച് പറയുന്നതിൽ നിന്നും ഈ സ്പിരിച്വൽ ഫാദർ അല്ലെങ്കിൽ ആത്മീയ പിതാവ് എന്ന ആശയത്തോട് അദ്ദേഹത്തിന് എതിർപ്പില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഉണ്ടെന്നുള്ളത് ആ ക്ലിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ വഴിയെ പറയാം. എന്നാൽ ആദ്യം ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് സ്പിരിച്വൽ ഫാദർ അല്ലെങ്കിൽ ആത്മീയ പിതൃത്വം എന്ന് പറയുന്നത് കേവലം ഒരു ചിന്ത മാത്രമല്ല, അത് വേദപുസ്തകത്തിൻ്റെ ഒരു സത്യം തന്നെയാണ്, ഒരു വചന സത്യം തന്നെയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആത്മീയ പിതാവ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഫാദർ എന്ന ആശയവും അങ്ങനെ ഒരു പദവിയും ഉള്ളതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ധാരാളം തെളിവുകൾ പറയാനുണ്ടെങ്കിലും വളരെ ചുരുങ്ങിയ വേദഭാഗങ്ങൾ മാത്രം അതിൽ പരാമർശിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കൂടുതൽ സംശയങ്ങൾ ആ വിഷയത്തിൽ വരികയാണെങ്കിൽ പിന്നീട് അതേക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏലിയാവും എലീശയും തമ്മിലുള്ള ബന്ധം ഗുരുവും ശിഷ്യനും എന്ന നിലയിൽ ആണെങ്കിലും അവർ തമ്മിൽ ഒരു ആത്മീയ പിതാവും പുത്രനും എന്ന നിലയിലുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഏലിയാവ് സ്വർഗീയ രഥങ്ങളിൽ സ്വർഗത്തിലേക്ക് കയറി പോകുന്ന സന്ദർഭത്തിൽ അത് കാണാനിടയാകുന്ന എലീശ വിളിക്കുന്നത് എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ എന്നാണെന്ന് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അവർ തമ്മിൽ ഗുരു ശിഷ്യബന്ധം ആയിരുന്നെങ്കിൽ എൻ്റെ പിതാവേ എന്ന് വിളിക്കേണ്ട കാര്യമില്ല. അപ്പോൾ തീർച്ചയായും എലീശയുടെ ആത്മീയ പിതാവായിരുന്നു ഏലിയാവെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏലിയാവും എലീശയും ദൈവദാസന്മാരായിരുന്നു. എന്നാൽ പഴയ നിയമത്തിൽ തന്നെ ദൈവദാസന്മാരല്ലാതെ ദൈവികമായ വഴികളിൽ അത്ര വലിയ ബന്ധമൊന്നും ഇല്ലാതിരിക്കുന്ന രാജാക്കന്മാർ പോലും തങ്ങളുടെ ആത്മീയ പിതാവായി ദൈവദാസന്മാരെ കണ്ടിരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായി 2 തെളിവുകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, 2 രാജാക്കന്മാരുടെ പുസ്തകം തന്നെ 6-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ അരാം പടക്കൂട്ടത്തെ എലീശ അന്ധത പഠിപ്പിക്കുമ്പോൾ ഇസ്രായേൽ രാജാവ് എലീശയുടെ അനുവാദം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പിതാവേ, ഞാൻ അവരെ വെട്ടിക്കളയട്ടെ എന്നാണ്. നോക്കുക, ബയോളജിക്കലായിട്ടുള്ള ഒരു ബന്ധം ഈ പറയുന്ന എലീശയും ആ രാജാവും തമ്മിലില്ല. രാജാവ് യഥാർത്ഥത്തിൽ ഒരു വലിയ ആത്മീയൻ പോലുമല്ല. പക്ഷേ ആ രാജാവ് തൻ്റെ ആത്മീയ പിതാവായി എലീശ എന്ന പ്രവാചകനെ അഥവാ ദൈവദാസനെ കണ്ടിരുന്നു എന്നുള്ളതിൽ നിന്നും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവാണ് എൻ്റെ പിതാവേ, ഞാൻ ഈ ശത്രു സൈന്യത്തെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേ പുസ്തകത്തിൽ തന്നെ 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 14-ൽ എലീശ മരണകരമായ രോഗം പിടിച്ച് അല്ലെങ്കിൽ മരണാവസ്ഥയിലേക്ക് എത്തുമ്പോൾ മറ്റൊരു ഇസ്രായേൽ രാജാവായിരിക്കുന്ന യോവാശ്
അദ്ദേഹം എലീശയുടെ കിടപ്പ് കണ്ടിട്ട് വളരെ കരഞ്ഞിട്ട് എൻ്റെ പിതാവേ എന്ന് വിളിക്കുന്ന വേദഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 2 രാജാക്കന്മാർ 13-14. അവിടെയും എൻ്റെ പിതാവേ എന്ന് ഒരു രാജാവ് ഒരു ദൈവദാസനെ വിളിക്കുമ്പോൾ ആ രാജാവിൻ്റെ ആത്മീയ പിതാവായിട്ട് അദ്ദേഹത്തെ കണ്ടിരുന്നു എന്നാണ് അതിനർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ 2 രാജാക്കന്മാർ 6-ലുള്ള രാജാവ് അല്ല 2 രാജാക്കന്മാർ 13-ലുള്ള രാജാവ്. അപ്പോൾ ആ ഇസ്രായേൽ രാജാക്കന്മാരൊക്കെ തന്നെ എലീശയെ ആ നിലയിൽ കണ്ടിരുന്നു എന്നതിൻ്റെ അർത്ഥം പഴയ നിയമകാലത്തിൽ ദൈവദാസന്മാരെ ആത്മീയർ മാത്രമല്ല, അനാത്മീയരായ ആളുകൾ പോലും, അല്ലെങ്കിൽ വലിയ ആത്മീയതയൊന്നും ഇല്ലാത്ത ആളുകൾ പോലും തങ്ങളുടെ ആത്മീയ പിതാവായി കണ്ടിരുന്നു എന്നതിൻ്റെ അർത്ഥം ആത്മീയ പിതാവ് എന്ന് പറയുന്ന സ്ഥാനം, ആ പദവി നൽകുന്നത് ആത്മീയ ശിഷ്യന്മാർ മാത്രമായിരുന്നില്ല. സമൂഹത്തിൽ വിവിധ സ്ഥാനങ്ങളിലും തൊഴിലുകളിലും തലങ്ങളിലും ആയിരിക്കുന്ന ആളുകൾ പോലും തങ്ങളുടെ ജീവിതത്തിൻ്റെ ദൈവികമായ നിർദ്ദേശങ്ങൾ, തങ്ങളെക്കുറിച്ചുള്ള ദൈവിക അരുളപ്പാടുകൾക്കായി ദൈവദാസന്മാരെ സമീപിച്ചിരുന്നുവെന്നും അവരെ അവർ ആത്മീയ പിതാവ് എന്ന ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു പദവിയിൽ, അത് പ്രത്യേക ഒരു സീറ്റൊന്നും അതിനുവേണ്ടി ക്രമീകരിച്ചിട്ടില്ല, പക്ഷെ അത് ഒരു ആത്മീക തലത്തിലുള്ള ഒരു ബഹുമാനത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പദവിയാണ്. അങ്ങനെ ഒരു പദവി കൊടുത്തിരുന്നു എന്ന് ഈ 2 ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ 3 ഉദാഹരണം പറഞ്ഞു. ഒന്ന് എലീശയും എലിയാവും തമ്മിലുള്ള, പിന്നെ രാജാക്കന്മാരുടെ ബന്ധം എലീശയായിട്ടുള്ള. ഇതുപോലെ തന്നെ പലരുടെയും ജീവിതത്തിൽ, പഴയ നിയമ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ പലരുടെയും കാര്യം പറയാനുണ്ടെങ്കിലും വിസ്താര ഭയത്താൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പുതിയ നിയമത്തിലും നമുക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യർ 4:15 പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭക്കാരോട് പറയുന്നത്, നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും, ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല. അതെ, ആത്മീയ പിതാവെന്ന് പറയുന്ന ആ ഒരു സ്ഥാനം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന നിലയിൽ പിതാക്കന്മാരേറെയില്ല എന്ന് പറഞ്ഞ്, പിതാക്കന്മാരുണ്ട്, കുറച്ച് പേരെങ്കിലും പിതാക്കന്മാർ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് ജഡീകമായ പിതാക്കന്മാരെ പറ്റി അല്ലല്ലോ പറയുന്നത്. അത് തീർച്ചയായും ആത്മീയ പിതാക്കന്മാരെ പറ്റി തന്നെയാണെന്ന് വളരെ വ്യക്തമാണ്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ഭാഗത്തിൽ കൂടുതൽ വിശദീകരിച്ച് അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാം. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നത്, ക്രിസ്തു യേശുവിൽ ഞാനാണ് നിങ്ങളെ ജനിപ്പിച്ചതെന്ന് പറയുമ്പോൾ ആ സഭയുടെ, അല്ലെങ്കിൽ കൊരിന്ത്യ സഭയെ ആത്മീയമായി ജനിപ്പിച്ച, അല്ലെങ്കിൽ അവരുടെ ആത്മീയ പിതാവിൻ്റെ സ്ഥാനം തനിക്കാണ് എന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് അതിനകത്ത് ചില അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഞാൻ ഈ വീഡിയോ ക്ലിപ്പിൽ തന്നെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, 1 കൊരിന്ത്യർ 4:17 വാക്യത്തിൽ തിമത്തിയോസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനെ കുറിച്ച് പൗലോസ് പറയുന്നത്, തിമത്തിയോസ് തൻ്റെ ആത്മീയ പുത്രനാണെന്നാണ്. തൻ്റെ പുത്രൻ എന്ന് വിളിക്കുമ്പോൾ അവർ തമ്മിൽ ജഡീക ബന്ധങ്ങളില്ലെന്ന് നമുക്കറിയാം. പൗലോസ് ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നുള്ള ഒരു എബ്രായനായിരിക്കെ, യഹൂദനായിരിക്കെ, പിതാവ് യവനനും മാതാവ് യഹൂദ സ്ത്രീയുമായിരിക്കുന്ന പശ്ചാത്തലമാണ് തിമത്തിയോസിൻ്റെതെന്ന് നമുക്കറിയാം. എന്നിരിക്കെ തൻ്റെ പുത്രനാണ് എന്ന് പറയുമ്പോൾ ആത്മീയ പുത്രനാണ് എന്നുള്ളത് തന്നെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ തീത്തോസിനെ പൗലോസ് വിളിക്കുന്നത് നിജപുത്രൻ എന്നാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പുത്രൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, തീത്തോസും തിമത്തിയോസിനെ പോലെ തന്നെ, അത്രയും ഗാഢമല്ല എങ്കിൽ പോലും പൗലോസിൻ്റെ ഒരു ആത്മീയ പുത്രൻ എന്നാണ്. ഫിലേമോൻ്റെ ലേഖനത്തിൽ വരുമ്പോൾ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, ഒരധ്യായം മാത്രമാണ് അതിലുള്ളല്ലോ, അതിൽ 10-ാമത്തെ വാക്യത്തിൽ ഫിലേമോൻ്റെ വീട്ടിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ദാസനായിരുന്ന ഒനേസിമോസ് എന്തൊക്കെയോ കുഴപ്പങ്ങൾ കാണിച്ചിട്ട് തടവിലാക്കപ്പെട്ടു. പൗലോസ് കിടക്കുന്ന അതേ ജയിലറയിൽ അദ്ദേഹവും വരുന്നു. അവിടെ വെച്ച് ഈ ഒനേസിമോസിനെ പൗലോസ് ക്രിസ്തുവിൽ ജനിപ്പിച്ചു എന്ന് ഫിലേമോൻ്റെ ലേഖനം
10-ാമത്തെ വാക്യത്തിൽ ഒരു അധ്യായം മാത്രമേ ഒരു അധ്യായം മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ താൻ അവനെ ജനിപ്പിച്ചു, ക്രിസ്തുവിൽ ജനിപ്പിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നതിൽ നിന്ന് ഒനേസിമോസും പൗലുസിൻ്റെ ആത്മീയ പുത്രനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ചുരുക്കത്തിൽ ആത്മീയ പിതൃത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മീയ പുത്രത്വം, അതുപോലെ തന്നെ പിതൃത്വം, സ്പിരിച്വൽ ഫാദർഹുഡ് അല്ലെങ്കിൽ ആത്മീയ പിതാവ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഫാദർ എന്നുള്ള പദവി, ആ സ്ഥാനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ വ്യക്തമായി ഈ തെളിവുകൾ നിരത്തി പറയാനുള്ളതുകൊണ്ട് അത് കേവലം ഒരു ചിന്തയല്ല, അതൊരു വചന സത്യമാണ് എന്നും പാസ്റ്റർ റെജി മാത്യുവിൻ്റെ ആ സന്ദേശത്തിൽ അതൊരു ചിന്ത, അങ്ങനൊരു ചിന്ത ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞതിൽ നിന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതൊരു ചിന്തയല്ല, അതൊരു വചന സത്യമാണെന്ന് ഈ ക്ലിപ്പിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ക്ലിപ്പിലുള്ള മറ്റ് വിഷയങ്ങളെക്കുറിച്ച് അടുത്ത ഭാഗത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.